റിജിലിനോട് എനിക്ക് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള സാവകാശം വേണുവിൽ നിന്ന് ഞാൻ വാങ്ങിക്കോട്ടെ. ഒന്ന് ഞാൻ അത് വാങ്ങുന്നതിൽ വിരോധമുണ്ടോ? റിജിൽ നമസ്കാരം. റിജിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അല്ല, ഒരു സെക്കൻഡ് റിജിൽ, അങ്ങ് ഉത്തരം വേണുവാണ് ആങ്കറൊക്കെ വേണു ചോദിക്കുക. ഞാൻ ആങ്കറോട് ചോദിക്കാം. ശരി, ഒരു സെക്കൻഡ് മറുപടി പറയണോ വേണ്ടത്? സ്വാതന്ത്ര്യം. ഞാൻ ചോദ്യം വേണുവിനോട് ചോദിക്കാം. താനാരാ? അതായത് റിജിലിന് കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ അംഗത്വത്തിന്റെ മാനദണ്ഡം എന്താണ്? അതിനെന്ത് അംഗത്വം എന്നാണ് വിളിക്കുന്നത്? അതുപോലെ ഇപ്പൊ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഏത് അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്? അദ്ദേഹം കോൺഗ്രസിൽ ആയിരുന്നു എങ്കിൽ എത്ര പണ്ട് കാലണ മെമ്പർഷിപ്പ് അങ്ങനെ എന്തൊക്കെയോ പറയുമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ അത് എത്ര രൂപ മെമ്പർഷിപ്പ് ആണ് എന്നുള്ളതിന്റെ ഒരു സാങ്കേതികത്വം ഒന്ന് അറിയണം. ഒപ്പം മെമ്പർ ആണോ എന്നുള്ളതും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനുശേഷം ആ പോയിന്റിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ റിജിൽ, അങ്ങേക്ക് ആ ചോദ്യം മനസ്സിലായെങ്കിൽ മറുപടി പറയാം. വേണു, ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലിരിക്കുമ്പോൾ എന്റെ പാർട്ടി അംഗത്വം അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ അംഗത്വത്തെ കുറിച്ചും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന കക്ഷി കുറെ കാലം ഈ പാർട്ടിക്കകത്ത് മെമ്പർ ആവാതെയാണോ വന്ന് കുറെ സമയം നാട് മുഴുവൻ പ്രസംഗിക്കുകയും തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ചെയ്ത്? അന്നേരം ഇയാൾക്ക് ഓർമ്മയില്ലേ ഞാൻ മെമ്പറല്ല എന്നുള്ളത്? CPM-ന്റെ അച്ചാരം വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കുരക്കാൻ വന്നിട്ട് ആ കുരക്കുന്നവരോടൊന്നും ഉത്തരം പറയാനും പറ്റില്ല. ഞാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ പാർട്ടിയുടെ മെമ്പറായിരുന്നു, പാർട്ടിയുടെ മെമ്പർ തന്നെയാണ് ഇപ്പോഴും. അതിന്റെ മൊത്തം കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന കക്ഷി കുറെ കാലം ഉണ്ടായിരുന്നല്ലോ പിന്നെ ഈ പാർട്ടിക്കകത്ത് കടന്നു വന്ന് എതിർ പാർട്ടിക്കാരെ പിന്നെ ഗോഗോ വിളിക്കാനും അതിന് മുമ്പിൽ നിൽക്കാൻ നിന്ന ആളല്ലേ? അന്നേരം അയാൾക്ക് തോന്നിയില്ലേ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല, അയ്യോ ഞാൻ പാർട്ടി മെമ്പറിലാൻ തോന്നിയില്ലല്ലേ? ഇപ്പൊ CPM-ന്റെ ആചാരം പറ്റി അതിനകത്ത് പോയതിനു ശേഷമാണോ പാർട്ടി മെമ്പർഷിപ്പിനെ കുറിച്ച് ഇയാൾ ചർച്ച ചെയ്യുന്നത്? അച്ചാരം വാങ്ങിയിട്ട് സർവസ്വം നേടി മത്സരിച്ചിട്ട് ഇടതുപക്ഷക്കാരനായി വന്നിട്ട് എന്നെ പോലെ തന്നോട് താൻ ചോദ്യം ചെയ്യാൻ താൻ എവിടുത്തെ ആളോട് ഇടതുപക്ഷക്കാരനെ പറ്റി അംഗീകരിക്കുക? തന്നെ പോലെ തന്നോട് മറുപടി പറയാൻ അന്തസ്സില്ല ഞങ്ങൾക്കുന്നു. ഉപ്പും ചോറ് നിന്ന് ഈ പാർട്ടിയെ ഒച്ചുകൊടുത്ത യൂതാണോ തന്നെ മെമ്പർഷിപ്പിനെ കുറിച്ച്?